തന്നെ നമ്മുടെ മുഖത്തിന് പെട്ടെന്നൊരു വെളിച്ചം വന്ന പോലെ ഒന്ന് ക്ലിയറായി മുഖം. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും മുഖത്ത് വരണതാണ് പിഗ്മെൻറ്റേഷൻ ആണെച്ചാലും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സാധനം പിഗ്മെൻറ്റേഷൻ തന്നെയാണ്. എല്ലാവരും അലട്ടുന്ന ഒരു പ്രശ്നം പിഗ്മെൻറ്റേഷൻ ആൻഡ് മെലാസ്മ, നമ്മൾ പറയാറില്ലേ കരിമംഗല്യം, ഇതൊക്കെ ഒന്ന് തന്നെയാണ്. മെലാസ്മ കൂടിയിട്ട് പിഗ്മെൻറ്റേഷൻ കൂടിയിട്ടാണ് മെലാസ്മ വരുന്നത്. അപ്പോൾ പിഗ്മെൻറ്റേഷൻ വരുമ്പോഴേ നമ്മളിത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നമ്മുടെ മുഖത്ത് വരണ നമ്മുടെ ഈ കണ്ണിൻ്റെ ഈ മൂക്കിൻ്റെ ഈ സൈഡിൽ ഇവിടെ ഇങ്ങനെയായിട്ട് അലച്ച വായ ചുറ്റും നെറ്റിയുടെ രണ്ട് സൈഡിൽ ഇങ്ങനെയൊക്കെ നമുക്ക് പിഗ്മെൻറ്റേഷൻ സാധാരണയായി കണ്ടുവരുന്നത്. നമ്മളത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിലാണ് മെലാസ്മയ്ക്ക് പോകുന്നത്. മെയിനായിട്ട് ഇത് വരണത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ എല്ലാവർക്കും അറിയണതാണ്, നമ്മൾ സ്കിന്ന് ശ്രദ്ധിക്കാതാവുമ്പോൾ സൺ ടാൻ വെച്ച് നമ്മുടെ വെയിലേറ്റ് ആ ഒരു കരിവാളിപ്പ് നമ്മൾ ശ്രദ്ധിക്കാതെ ആകുമ്പോഴാണ് കൂടുതലായിട്ടും ഈ കരിമംഗല്യം കണ്ടുവരണത്. അധികവും മെയിനായിട്ട് ആ ഒരൊറ്റ പ്രശ്നമാണ്. പിന്നെ ചിലവർക്ക് നമ്മൾ ഡൈ ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വശത്ത് ചിലവർക്ക് പറയണത് കേട്ടിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം എനിക്ക് വെയിലേറ്റ കരിവാളിപ്പ് കൊണ്ടാണ് ഇത് വരണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറ് നിങ്ങൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പരമാവധി അധിക പേർക്കും കാണുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഈ കരിമംഗല്യം. അപ്പോൾ നമ്മൾ ചെയ്യാൻ വീട്ടിലുള്ള ഹോം റെമഡികൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് ചെയ്യാം. അങ്ങനെ തന്നെ എൻ്റെ മാറിയതും. എനിക്ക് നല്ലപോലെ കരിമംഗല്യം ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി. നിങ്ങൾ എൻ്റെ പഴയ ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ മുഖത്ത് കരിമംഗല്യം ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് ഒരു പരിധി വരെയൊക്കെ ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണുമ്പോൾ മനസ്സിലാവും പോയിട്ടുണ്ട്. സ്കിൻ കെയർ നമ്മൾ ഡെയിലി നമ്മുടെ ആ ഒരു റൊട്ടീൻ അനുസരിച്ച് നമ്മൾ ചെയ്യണമെന്നുണ്ടെച്ചാൽ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഇത് നമ്മുടെ മുഖത്തെ കരിമംഗല്യം മാറാനും പാടുകൾ മാറാനും അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് വരുന്ന ചെറിയ കുത്തുകൾ, കറുപ്പ് കുത്തുകളുണ്ടാവും ചിലരുടെ മുഖത്ത്, അത് മാറാനും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു പാക്കാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയത് നോക്കിയിട്ട് വന്നാലോ. അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടിച്ച് എൻ്റെ പേര് ദീപ. എന്നാൽ നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കും. നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയിട്ട് വരാം. ഇന്നത്തെ നമ്മുടെ പാക്കിന് ആവശ്യം നമ്മുടെ ഇഡ്ഡലിയുടെയോ ദോശയുടെയോ മാവാട്ടോ. ഇതിൽ നമുക്ക് ധാരാളം ഉഴുന്നും മരിയും ഉലുവയും എല്ലാം ഉണ്ടല്ലോ. നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിനും നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറാനും നമ്മുടെ മുഖം ഒന്ന് ടൈറ്റ് ചെയ്യാനൊക്കെ ഈ ഉഴുന്ന് പറഞ്ഞ സാധനം നല്ലപോലെ സഹായിക്കുന്നതെല്ലാം ഇതിലുണ്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കുക, നമുക്കൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത. അപ്പോൾ ഇത് ഞാനിപ്പോൾ ദോശമാവാ, അപ്പോൾ ദോശയുടെ മാവോ ഇഡ്ഡലിയുടെ മാവോ ഏതാ കയ്യിലുള്ള അത് എടുക്കുക കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മാവ് എടുക്കുക. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാമെന്ന് ഞാൻ പറയാൻ കാരണം നമ്മൾ ഒരു പുറത്തുനിന്നുള്ളൊരു സാധനമൊന്നും അല്ലല്ലോ നമ്മൾ തേക്കണത്. നമ്മുടെ സ്കിന്നിന് ഏറ്റവും റിസൾട്ട് തരുന്ന ഒരു സാധനമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് ഉപയോഗിക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യം നിങ്ങളുടെ ഒലിവ് ഓയിലോ ആൽമണ്ട് ഓയിലോ ഉണ്ടെച്ചാൽ അത് നിങ്ങൾക്കിതിലേക്കൊരു 1/4 സ്പൂണ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ഒലിവ് ഓയിൽ, ഞാൻ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് വിറ്റാമിൻ ഇ ക്യാപ്സൂളിൽ വെച്ച് അത് ഒഴിച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടല്ലോ നമ്മുടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, വെളിച്ചെണ്ണ ആയാലും കുറച്ച് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ ഞാൻ ഇപ്പോൾ ഇവിടെ എടുക്കുന്നത് നമ്മുടെ രക്തചന്ദനാണ്. രക്തചന്ദനത്തിൻ്റെ പൊടി ഇതിലേക്കൊരു 1/2 സ്പൂൺ ഇട്ട് കൊടുക്കുക. 1/2 സ്പൂൺ മതി കേട്ടോ. 2 ടേബിൾ സ്പൂണിലേക്ക് ഒരു 1/2 സ്പൂണ് രക്തചന്ദനത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. നമ്മുടെ സ്കിന്നിലേക്ക് നമ്മുടെ പാടുകൾ മാറാനും പിഗ്മെൻറ്റേഷൻ മാറാനും ഒക്കെ രക്തചന്ദനത്തിൻ്റെ പൊടി നമ്മളെ നല്ലപോലെ സഹായിക്കുന്നതാണ്. ഈ മാവ് തീർച്ചയായും എടുക്കണം. രക്തചന്ദനത്തിൻ്റെ പൊടിയിൽ വെച്ചാൽ നിങ്ങൾക്ക് വെള്ളച്ചന്ദനത്തിൻ്റെ പൊടി ആയാലും കൊടുക്കാം കേട്ടോ. പക്ഷേ മാവ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ നമ്മുടെ ഇഡ്ഡലിയുടെ ദോശയുടെ ഏതെങ്കിലും ഒരു മാവാണ് കേട്ടോ. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇത് നമ്മുടെ ഫേസിൽ നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് ഒരു മസാജ് കൊടുക്കുക. അതിന് ശേഷം നമ്മളിത് അങ്ങനെ ഇടുക ഒരു 10-20 മിനിറ്റ്. അതിന് ശേഷം കഴുകി കളഞ്ഞ് നോക്ക്. ഫസ്റ്റ് റിസൾട്ട് തന്നെ നല്ല മുഖത്തിന് നല്ല ഒരു വെളുപ്പാണ് നമുക്ക് തോന്നുക. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നൊന്ന് ടൈറ്റ് ആയ പോലെയും തോന്നും. 20 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ മുഖത്ത് ഇത് ഉണങ്ങിയിട്ടുണ്ടാവും, നല്ലൊരു ടൈറ്റ് തോന്നും. അതുപോലെ തന്നെ മുഖത്തിട്ട് കഴിഞ്ഞാൽ സംസാരിക്കാൻ നിൽക്കരുത് കേട്ടോ. ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ കണ്ടുള്ളത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് എല്ലാവരുടെ വീട്ടിലുള്ളതാണ്. ഇഡ്ഡലിയുടെയും ദോശയുടെയും ഒക്കെ മാവ് കേട്ടോ. അപ്പോൾ നമ്മൾ അരയ്ക്കുമ്പോൾ തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഇഡ്ഡലിക്കും ദോശയ്ക്കും അരയ്ക്കുമ്പോൾ ഉഴുന്ന ഒരു പാത്രത്തേക്ക് മാറ്റി വയ്ക്കുന്നു. കാരണം വേറെ ഒന്നുമില്ല, ഒരു ഡപ്പയ്ക്ക് ആക്കി വെച്ചാൽ നമുക്ക് ആഴ്ചയിൽ ഒരു 3 വട്ടമൊക്കെ പാക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കത് ഉപകാരപ്പെടും. ഉഴുന്ന് എന്നും നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് നല്ലതാണ്, സ്കിന്നൊന്ന് ടൈറ്റ് ചെയ്യാൻ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ കരിമംഗല്യം മാറാനും നമ്മുടെ ഉഴുന്ന് നല്ലപോലെ സഹായിക്കും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും ഉഴുന്നിൻ്റെ പാക്ക് നല്ല അടിപൊളിയാണെന്ന്. ഇതിൽ ഉഴുന്നുണ്ട്, അരിയാണെങ്കിൽ സ്കിൻ വൈറ്റനിങ്ങിനും സ്കിൻ ഗ്ലോയോടുകൂടി നിലനിർത്താനും സ്കിന്നിൽ ഏറ്റവും നല്ലതാണ്. ഏറ്റവും കുറവ് അരിയാണ് നമ്മൾ സ്കിന്നിലേക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ കൊറിയൻ സ്കിൻ കെയറിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനം പറഞ്ഞാൽ അരിയാണ്.
അത് നമ്മുടെ സ്കിന്നിന് അത്രയും റിസൾട്ട് തരുന്ന ഒരു സാധനം ആയതുകൊണ്ടാണ് അവർ ഉപയോഗിക്കുന്നത്, മനസ്സിലായോ? അതുപോലെ നമുക്ക് നല്ല റിസൾട്ടാണ് അത് തരുന്നത്. പിന്നെ ഉലുവയാണെങ്കിൽ സ്കിൻ വൈറ്റനിങ്ങിനും ടൈറ്റനിങ് ചെയ്യാനും മുഖത്തെ പാടുകൾ മാറ്റാനും ഒക്കെ സഹായിക്കുന്നതാണ് കേട്ടോ ഉലുവി. അപ്പോൾ ഇത് മൂന്നും കൂടി അരച്ച സാധനം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നമുക്കിത് ആഴ്ചയിൽ 3 വട്ടം നമുക്ക് ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റാണ്. പിന്നെ നമ്മളതിൽ കൂട്ടണ ഇൻഗ്രീഡിയൻസ് മാറി മാറി നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. ഒരേ പാക്ക് തന്നെ ഇടാൻ നിൽക്കരുത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലായത് വേറെ വേറെ പാക്കുകൾ ഇടുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ വേറെ വേറെ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ നമുക്ക് അതിൽ കൂടെ കുറച്ച് നമ്മുടെ രക്തചന്ദനം അല്ലെങ്കിൽ വെള്ളച്ചന്ദനം ഏത് ചേർത്താലും നമ്മുടെ പാടുകൾ മാറാനും സ്കിൻ നല്ല കളർ ചിക്കൻ ബോക്സിൻ്റെ പാടുകൾ വരെ നമ്മളെ മാറ്റി കൊണ്ടുവരാൻ ഈ നമ്മുടെ രക്തചന്ദനത്തിൽ കഴിയുന്ന പറയണത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എത്ര ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടണമെന്ന്. അപ്പോൾ നിങ്ങളിത് ഡെയിലി ഉപയോഗിക്കാൻ ഞാൻ പറയുന്നില്ല, നിങ്ങൾ ആഴ്ചയിൽ ഒരു 3 വട്ടം വെച്ചിട്ട് ഉപയോഗിക്കുക. എന്നിട്ട് നിങ്ങളത് ആഴ്ചയിൽ ഒരു 3 വട്ടം വെച്ച് ഉപയോഗിച്ച് നിങ്ങൾ പിന്നത്തെ ആഴ്ച ചെയ്യുമ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും എടുത്ത് ഉപയോഗിക്കുക. ഞാൻ എന്നെ ഉഴുന്നിൻ്റെ മാവിൻ്റെ കുറേ കാണിച്ചു തരുന്നുണ്ട്. അത് ഏതെങ്കിലുമൊക്കെ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. നമുക്ക് നമ്മുടെ മുഖത്ത് കരിമങ്കല്യാതിന് നമുക്ക് പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ മുഖം നല്ല ഗ്ലോയോടും പാടുകളോ അലച്ചാൽ കുത്തുകളോ പുള്ളികളോ കരിമങ്കല്യോ ഒന്നും ഇല്ലാതെ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് തന്നെ പുറത്ത് പോകാൻ തോന്നും. അതുപോലെ തന്നെ ഒരു ഫോട്ടോ എടുക്കാൻ പോലും നമ്മുടെ മുഖം നല്ലതാണെങ്കിലേ നമുക്കൊരു ഫോട്ടോ എടുക്കാൻ പോലും തോന്നുള്ളൂ, അല്ലേ? എനിക്കങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കുറേ ഞാൻ അത് അനുഭവിച്ചതാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് ഇത്രയൊക്കെ പറഞ്ഞത്. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിത് ചെയ്യാൻ ഒരു മടിയും വിചാരിക്കുന്നത്. നമ്മുടെ മുഖം എപ്പോഴും നല്ല ഭംഗിയോടുകൂടി ഞാൻ വെളുക്കണം എന്നുള്ളതിനേക്കാളും ഉപരി നമുക്ക് ഹെൽത്തി ആയിട്ടൊരു സ്കിന്ന് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് തീർച്ചയായിട്ടും ഉപയോഗിക്കാം. ഇനിയിപ്പോൾ എന്ത് തേച്ചാലും സൈഡ് എഫക്റ്റ് വരുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അവർക്ക് നിങ്ങൾ നല്ലൊരു പാച്ച് ടെസ്റ്റ് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് അലർജിയോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഇത് തന്നെ. ടീക്കേ. ഇപ്പോൾ ഞാൻ മുഖത്ത് നല്ലൊരു മസാജ് കൊടുത്തു കേട്ടോ. മസാജ് കൊടുത്തു, പാക്ക് നല്ല കട്ടിക്കിട്ട് കൊടുത്തു. കഴുത്തിലും കൂടി ഇടേണ്ടതാണ്. ഞാനിപ്പോൾ കഴുത്തിലൊന്നും ഇടണില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ കഴുത്തിലും കൂടി ഇട്ടോ കേട്ടോ. ഞാനിപ്പോൾ ഈ പാക്ക് ഇടുന്നതെല്ലാം രാത്രിയിലാണ്. കഴുത്തിൽ ഞാൻ പാക്ക് ഇടുക രാവിലെ കുളിക്കുന്ന സമയത്താണ്. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ പാക്ക് ഇടുന്ന സമയത്ത് കുളിക്കുന്ന സമയത്ത് പാക്ക് ഇട്ട് കഴിഞ്ഞു പറഞ്ഞാൽ ഒരു സ്കിന്നിലൊരു മസാജും കൊടുത്ത് കഴുത്തിലും ഒരു മസാജ് കൊടുത്ത് കയ്യിലും ഇടുക, കയ്യിലും ഒരു മസാജ് കൊടുത്ത് ഇതങ്ങനെ വിട്ടതിന് ശേഷം ഒരു 20 മിനിറ്റൊക്കെ നമുക്ക് 10-15 മിനിറ്റെങ്കിലും നമുക്ക് അങ്ങനെ നിൽക്കാമല്ലോ. അതിന് ശേഷം കഴുകിക്കളയുക. നല്ല അടിപൊളിയായിട്ട് സ്കിൻ നല്ല ഗ്ലോയും തരും. നമ്മളിത് എപ്പോഴും ഉപയോഗിക്കുന്നതോടെ നമ്മുടെ പാടുകളൊക്കെ മാറും. അപ്പോൾ നമുക്ക് മുഖത്ത് മൊത്തം ഞാൻ ഇട്ടു ഒരു 20 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യും. അതിന് ശേഷം നമുക്കിതിൻ്റെ റിസൾട്ട് കാണാം കേട്ടോ. ഇപ്പോൾ മുഖത്തിട്ടിട്ട് 20 മിനിറ്റ് ആയിട്ടോ. മുഖത്തിലും ഇവിടെയൊക്കെ നല്ലപോലെ ഉണങ്ങി. അപ്പോൾ ഞാൻ കഴുകിയിട്ട് റിസൾട്ട് കാണിച്ചു തരാം. നല്ല കളറാണ് നിൽക്കുന്നത് കേട്ടോ. ടാനുള്ളതും ആ ഒരു ഡൾനെസ്സും ഒക്കെ മാറി ഫസ്റ്റ് യൂസിൽ തന്നെ നമ്മുടെ മുഖത്തിന് പെട്ടെന്നൊരു വെളിച്ചം വന്ന പോലെ ഒന്ന് ക്ലിയറായി മുഖം. അപ്പോൾ നിങ്ങൾ തീർച്ചയായും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും. നിങ്ങൾക്ക് ആഴ്ചയിൽ 3 വട്ടം വെച്ചിട്ട് ഇത് ചെയ്യുക. സ്കിൻ നല്ല ക്ലിയർ ആവും. നല്ല മുഖത്തെ പാടുകളും പ്രശ്നങ്ങളും ഒക്കെ മാറാൻ നമ്മളെ സഹായിക്കും. എപ്പോഴും നമ്മുടെ അടുക്കളയിൽ ഉണ്ടാവുന്ന സാധനം ആയതുകൊണ്ട് തന്നെ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. നല്ല അടിപൊളി പാക്കാണ്. ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെ കിട്ടിയെന്ന് കമൻറ്റ് വഴി അറിയിക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.